ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം രണ്ട് ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന് 1642 ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം, രണ്ട് 1688 രക്തരഹിത വിപ്ലവം. 1642 ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം, 1688 രക്തരഹിത വിപ്ലവം എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം കടന്നു പോകുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. ഈ സ്റ്റുവർട്ട് രാജവംശത്തിന്റെ രാജാവായിട്ട് 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നത് ജെയിംസ് ഒന്നാമനാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ജെയിംസ് ഒന്നാമനെ കുറിച്ചും തുടർന്ന് വരുന്ന ചാൾസ് ഒന്നാമനെ കുറിച്ചും അതിനുശേഷം കടന്നു വരുന്ന ഒളിവർ ക്രോംവെലിനെ കുറിച്ചും തുടർന്ന് അധികാരത്തിലേക്ക് വരുന്ന ചാൾസ് രണ്ടാമനെ കുറിച്ചും തുടർന്ന് വരുന്ന ജെയിംസ് രണ്ടാമനെ കുറിച്ചും അതിനുശേഷം 1688 അധികാരത്തിലേക്ക് എത്തിച്ചേരുന്ന മേരി രണ്ടും വില്യം മൂന്നിനെ കുറിച്ചും നമ്മൾ പഠിച്ചു തീരുന്നതോടെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്ക് അവസാനിക്കുന്നത്. ഇത് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ഒന്ന് ഓർത്തിരിക്കുക. ഇത് ഓർത്തു വെച്ചാൽ തന്നെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പൊ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന് 1642 ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം, രണ്ട് 1688 രക്തരഹിത വിപ്ലവം. അതിൽ തന്നെ നമ്മൾ തുടക്കം കുറിച്ചത് 17-ാം നൂറ്റാണ്ടിൽ അതിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജവംശം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന സ്റ്റുവർട്ട് രാജാവാരെന്ന് വെച്ചാൽ ജെയിംസ് ഒന്നാമനാണ്. 1603 മുതൽ 1625 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഇദ്ദേഹം ഒരു കത്തോലിക്ക മതവിശ്വാസിയായിരുന്നു. കത്തോലിക്ക മതവിശ്വാസികൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന രാജവംശമായിരുന്നു. അതുകൊണ്ട് സ്റ്റുവർട്ട് രാജവംശം എന്ന് പറയാം. ആ ഒരു കാലഘട്ടത്തിലെ അവരുടെ ആ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് രാജാവ്, മതം, പുരോഹിതൻ, പ്രഭുക്കന്മാർ എന്നതായിരുന്നു. രാജാവിന് പ്രാധാന്യമുണ്ട്, മതത്തിന് പ്രാധാന്യമുണ്ട്, പുരോഹിതന്മാർക്ക് പ്രാധാന്യമുണ്ട്, പ്രഭുക്കന്മാർക്ക് പ്രാധാന്യമുണ്ട്. എന്നാൽ ഇവിടെ ഒരു കൂട്ടരില്ല, അതായത് പാർലമെന്റ്, അതായത് സാധാരണ ജനങ്ങൾക്ക് അവിടെ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല. ജെയിംസ് ഒന്നാമനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പരാമർശമുണ്ട്. നോ ബിഷപ്പ് നോ കിങ്. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല. ആരുടെ പരാമർശമാണെന്ന് ചോദിച്ചാൽ ജെയിംസ് ഒന്നാമന്റെ പരാമർശമാണ്. ജെയിംസ് ഒന്നിന് ശേഷം ചാൾസ് ഒന്നാമൻ അധികാരത്തിലേക്ക് വരുന്നു. ജെയിംസ് ഒന്നിനെ പോലെ തന്നെ ചാൾസ് ഒന്നും ഇംഗ്ലീഷ് പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുത്തില്ല. അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്. എന്നാൽ 1628 അവിടെ ഒരു സംഭവം നടക്കുകയാണ്. ആ ഒരു സംഭവമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന ഉടമ്പടി. ഇംഗ്ലണ്ടിലെ സാധാരണ ജനങ്ങൾക്കും പാർലമെന്റിനും കൂടുതൽ അവകാശങ്ങൾ ലഭ്യമായ ഉടമ്പടിയാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. വർഷം 1628. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുകയാണ് ചാൾസ് ഒന്നാമൻ. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അനുമതിയില്ലാതെ നികുതി ഒന്നും ചുമത്താൻ പാടില്ല. അന്യായമായിട്ട് ജനങ്ങളെ, അതായത് ബ്രിട്ടീഷുകാരെ തടവിലാക്കാൻ പാടില്ല. സമാധാന കാലത്ത് ഒരു സൈനിക നിയമവും ഉപയോഗിക്കാൻ പാടില്ല. സൈനിക വിഷയങ്ങളിൽ രാജാവിന്റെ അധിക ഇടപെടലുകൾ പാടില്ല. ഇതെല്ലാമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ പ്രസ്താവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ 1629 രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ചാൾസ് ഒന്നാമൻ പാർലമെന്റ് പിരിച്ചുവിട്ടു. 1629 ചാൾസ് ഒന്നാമൻ ബ്രിട്ടീഷ് പാർലമെന്റ് പിരിച്ചുവിട്ട നടപടി ബ്രിട്ടീഷ് പാർലമെന്റ് ചരിത്രത്തിലെ കറുത്ത ഏട് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ പിന്നീട് 1640 വീണ്ടും ഈ പാർലമെന്റ് വിളിച്ചുകൂട്ടാനായിട്ട് സ്കോട്ട്ലാൻഡുമായിട്ടുള്ള ഒരു യുദ്ധം കാരണമാവുകയാണ്. സ്കോട്ട്ലാൻഡുമായുള്ള യുദ്ധത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക തകർച്ച നേരിടുന്നതിനായിട്ട് പുതിയ നികുതി പരിഷ്കാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതിനായിട്ട്
പാർലമെന്റ് വീണ്ടും വിളിച്ചു ചേർക്കുന്നത് ചാൾസ് ഒന്നാമൻ തന്നെയാണ്. 1640 മുതൽ 1660 വരെ ഈ പാർലമെന്റ് ഇംഗ്ലണ്ടിൽ നിലനിന്നു. ഈ ഒരു പാർലമെന്റാണ് ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിൽ ലോങ് പാർലമെന്റിന്റെ കാലഘട്ടം 1640 മുതൽ 1660 വരെയാണ്. അതേപോലെ തന്നെ ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനുശേഷം 1641 ട്രൈനൽ ആക്ടില് അവിടെ ഒപ്പിടുകയാണ്. ആ ഒരു ആക്ടിൽ പറയുന്നത് 3 വർഷത്തിലൊരിക്കൽ പാർലമെന്റ് വിളിച്ചു കൂട്ടണം, പാർലമെന്റ് അംഗങ്ങൾക്ക് 50 ദിവസത്തെ ഹാജർ നിർബന്ധമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളോടുകൂടി ട്രൈനൽ ആക്ട് 1641 വരികയാണ്. ഇത് ചാൾസ് ഒന്നാമൻ അംഗീകരിച്ചു 1641. 1642 പാർലമെന്റും രാജാവും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാവുകയാണ്. അത് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്നത് ചാൾസ് ഒന്നാമന്റെ കാലഘട്ടത്തിലാണ്. 1642 ഇംഗ്ലണ്ടിൽ സിവിൽ വാർ നടക്കുന്നത്. രാജാവിനെ പിന്തുണയ്ക്കുന്ന അംഗങ്ങളായിരുന്നു പാർലമെന്റിൽ അധികവും. അതിനാൽ പാർലമെന്റ് മുന്നോട്ട് വെക്കുന്ന ജനക്ഷേമ നിയമങ്ങളും പാർലമെന്റിന് കൂടുതൽ അധികാരം ലഭ്യമാക്കുന്ന നിയമങ്ങളും അംഗീകരിക്കപ്പെടാതെ വരുന്നു. രാജാവിനെ പിന്തുണയ്ക്കുന്ന പാർലമെന്റ് അംഗങ്ങളെ കേണൽ തോമസ് പ്രൈഡിന്റെ നേതൃത്വത്തിൽ ബന്ദിയാക്കിയ ഒരു നടപടി ഇതിനിടയിൽ നടക്കുകയാണ്. ഇത് ചരിത്ര താളുകളിൽ പ്രൈഡ്സ് പർജ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രൈഡിന്റെ ശുദ്ധീകരണം, പ്രൈഡ്സ് പർജ്, പ്രൈഡിന്റെ ശുദ്ധീകരണം 1648 ഡിസംബർ 6 നടക്കുന്നത്. രാജാവിനെ പിന്തുണയ്ക്കുന്ന പാർലമെന്റ് അംഗങ്ങളെ കേണൽ തോമസ് പ്രൈഡിന്റെ നേതൃത്വത്തിൽ ബന്ദിയാക്കിയ നടപടി 1648 ഡിസംബർ 6 പ്രൈഡ്സ് പർജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൈഡിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്ന നടപടി നടക്കുന്നത്. ഇതിനെ തുടർന്ന് ചാൾസ് ഒന്നിനെ വിചാരണ ചെയ്യുകയും 1649 വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. പ്രൈഡ്സ് പർജിന് ശേഷമുള്ള ബ്രിട്ടീഷ് പാർലമെന്റ് റംബ് പാർലമെന്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തതോ സ്വേച്ഛാധിപതിയായ ഒളിവർ ക്രോംവെൽ. ഇംഗ്ലണ്ടിന്റെ ആഭ്യന്തര കലാപ സമയത്ത് പാർലമെന്റിനെ സഹായിക്കാൻ രൂപീകരിക്കപ്പെട്ട ഒളിവർ ക്രോംവെലിന്റെ ഒരു സൈന്യമുണ്ട്. അതാണ് ന്യൂ മോഡൽ ആർമി. 1645 ഒളിവർ ക്രോംവെൽ ഇത് സ്ഥാപിക്കുന്നത്. ഒളിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിലുള്ള ഭരണകാലഘട്ടം കോമൺവെൽത്ത് കാലഘട്ടം എന്നും അറിയപ്പെടുന്നുണ്ട്. ഒളിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിലുള്ള ഭരണകാലഘട്ടം കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നു. പ്രൈഡ്സ് പർജിന് ശേഷമുള്ള ബ്രിട്ടീഷ് പാർലമെന്റ് റംബ് പാർലമെന്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്നറിയപ്പെടുന്നു. ആ അവശിഷ്ട പാർലമെന്റിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഒളിവർ ക്രോംവെൽ. അദ്ദേഹത്തിന്റെ കാലഘട്ടം കോമൺവെൽത്ത് കാലഘട്ടം എന്നും അറിയപ്പെടുന്നു. സൈനിക കാലഘട്ടം സ്വേച്ഛാധിപത്യത്തിന്റെ കാലഘട്ടമായിരുന്നു ഒളിവർ ക്രോംവെലിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. രാജാധിപത്യത്തിൽ നിന്നും സ്വേച്ഛാധിപത്യത്തിലേക്ക് പോവുകയായിരുന്നു ഇംഗ്ലണ്ട്. ഒളിവർ ക്രോംവെൽ ബ്രിട്ടീഷ് ഭരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്തി. അതാണ് പ്രൊട്ടക്ടറേറ്റ് എന്നറിയപ്പെടുന്നത്. ഒളിവർ ക്രോംവെൽ ബ്രിട്ടൻ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപം നൽകിയ ഭരണ സംവിധാനമാണ് പ്രൊട്ടക്ടറേറ്റ് എന്ന് അറിയപ്പെടുന്നത്. 1653-59 കാലഘട്ടം പ്രൊട്ടക്ടറേറ്റിന്റെ കാലഘട്ടമാണ്. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ഒളിവർ ക്രോംവെലാണ്. ഇംഗ്ലണ്ടിന്റെ സംരക്ഷകൻ, പ്രൊട്ടക്ടർ, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഒളിവർ ക്രോംവെലാണ്. ഒളിവർ ക്രോംവെലിന് ശേഷം വീണ്ടും ചാൾസ് രണ്ടാമൻ അധികാരത്തിൽ വരികയാണ്. ചാൾസ് രണ്ടിന്റെ കാലഘട്ടത്തിൽ ഹേബിയസ് കോർപ്പസ് നിയമം പാസാക്കി 1679. 1679 ചാൾസ് രണ്ടിന്റെ കാലഘട്ടത്തിലാണ് ഹേബിയസ് കോർപ്പസ് നിയമം പാസാക്കുന്നത്. ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായിട്ട് പരാമർശിക്കുന്നത് 1215 മാഗ്ന കാർട്ടയിലാണ്. അന്യായമായിട്ട് ഒരാളെ തടവിൽ പാർപ്പിക്കുന്നതിനെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയുന്നത്. ചാൾസ് രണ്ടിന്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രാഷ്ട്രീയ കക്ഷികളൊക്കെ രൂപം നൽകുന്നുണ്ട്. അതില് ഒന്നാണ് വിക്സ്, മറ്റൊന്നാണ് ടോറി. അപ്പൊ വിക്സ്, ടോറി തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികളൊക്കെ വരുന്നത് ചാൾസ് രണ്ടിന്റെ
കാലഘട്ടത്തിലാണ്. ചാൾസ് രണ്ടിന്റെ മരണശേഷം ജെയിംസ് രണ്ട് അധികാരത്തിൽ വരികയാണ്. ജെയിംസ് രണ്ട് അധികാരത്തിൽ വന്ന ശേഷം കൈക്കൊണ്ട നടപടികൾ വീണ്ടും പാർലമെന്റുമായിട്ട് തർക്കത്തിലാവുന്നു. ജെയിംസ് രണ്ടിന്റെ ഭരണത്തോട് താല്പര്യമില്ലാതിരുന്ന പാർലമെന്റ് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയിലെ മക്കളായ മേരി രണ്ടിനെയും ഭർത്താവ് വില്യം മൂന്നിനെയും ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിക്കുന്നു. ഈ വില്യം മൂന്ന് ഹോളാണ്ടിലെ രാജാവാണ്. അങ്ങനെ ഇവരുടെ ഇംഗ്ലണ്ടിലേക്കുള്ള വരവ് സൈനികമായിട്ടുള്ള ഒരു വരവാണ്. ആ വരവിനെ തുടർന്ന് 1688 ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ച ഈ അധികാര കൈമാറ്റമാണ് 1688 മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ. ഒരു തരി രക്തം പോലും പൊഴിക്കാതെ അധികാര കൈമാറ്റം സാധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്ലഡ്ലെസ് റെവല്യൂഷൻ അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവമെന്നും അറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസികളായിട്ടുള്ള മേരി രണ്ടും വില്യം മൂന്നുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. മേരി രണ്ട്, വില്യം മൂന്നുമാണ് അധികാരത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം രക്തരഹിത വിപ്ലവമെന്നും കൊട്ടാരം വിപ്ലവമെന്നും പ്യൂരിറ്റൻ വിപ്ലവമെന്നും ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കൊട്ടാരം വിപ്ലവമെന്നും രക്തരഹിത വിപ്ലവമെന്നും പ്യൂരിറ്റൻ വിപ്ലവമെന്നും അതേപോലെ തന്നെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നും അറിയപ്പെടുന്നു. പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസികളായ പ്യൂരിറ്റന്മാർ നയിച്ച വിപ്ലവമായതിനാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ പ്യൂരിറ്റൻ വിപ്ലവമെന്നും അറിയപ്പെടുന്നു. മുൻകാല അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും പാർലമെന്റിന്റെ അധികാരം ഉറപ്പിക്കാനുമായിട്ട് അവിടെ ചില നിയമങ്ങൾ വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് 1689 ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശ നിയമം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് 1689 അവകാശ നിയമം അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ്. രണ്ടാം മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ബിൽ ഓഫ് റൈറ്റ്സ് 1689. മേരി രണ്ടും വില്യം മൂന്നുമാണ് ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുന്നത്. അതേ വർഷം തന്നെ അവിടെ വന്ന മറ്റൊരു നിയമമാണ് ടോളറേഷൻ ആക്ട്. എല്ലാ മതവിഭാഗക്കാർക്കും ബ്രിട്ടനിൽ ഒരേ പ്രാധാന്യം ലഭിക്കുന്നതിന് വേണ്ടി ടോളറേഷൻ ആക്ട് പാസ്സാക്കിയത് 1689. ഇതിലും ഒപ്പുവെക്കുന്നത് മേരി രണ്ടും വില്യം മൂന്നുമാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിലൊന്ന് കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പരീക്ഷയിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും.